കുറേ നാളായിട്ട് ഞാൻ വെള്ളം കോരുന്നുണ്ട്, കുറേ നാളായിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്, അതിനെ പരിപാലിക്കുന്നുണ്ട്, ഒരു ഉപയോഗവും ഇല്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാ വിശ്വാസികളും പറയാറുണ്ട്, കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്ന് നമുക്ക് അറിയത്തില്ല, കർത്താവ് കള്ളൻ്റെ വരുന്ന പോലെ കർത്താവ് വരുന്നവരും നമുക്ക് അറിയത്തില്ല എന്ന് പറയും. കർത്താവ് വരുന്ന ദിവസവും സമയവും തീയതിയും ഒന്നും നമുക്കറിയത്തില്ല, അതുള്ളതാണ്. പക്ഷേ കർത്താവ് കള്ളനെ പോലെ വരുന്നു എന്ന് പറയുന്നത് ദൈവസഭയ്ക്കല്ല, നമുക്കുള്ളതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ദിവസം രാത്രി നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങുവാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ വാതിൽ തട്ടിയിട്ട് പോലീസുകാരൻ വന്നിട്ട് പറയണം, അതെ ഒരു കള്ളൻ ഇവിടെ ചുറ്റി നടപ്പുണ്ട്, അതുകൊണ്ടൊന്ന് നിങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങത്തില്ല. തൊട്ടടുത്ത സ്ട്രീറ്റിലോ അല്ലെങ്കിൽ വേറെ പഞ്ചായത്തിലുള്ള ആൾക്കാർ ചിലപ്പോൾ കിടന്നുറങ്ങും, കാരണം അവർക്ക് കള്ളനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. കള്ളനുണ്ട് അല്ലെങ്കിൽ കള്ളൻ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞ് നിങ്ങൾ ഉണർന്നിരിക്കും. എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്നിട്ട് കർത്താവ് വരാൻ പോകുന്നു, കർത്താവ് വരാറായെന്ന് കേൾക്കുന്ന നമുക്ക് അതൊരു അപ്രതീക്ഷിത സംഭവമല്ല, നമ്മൾ ഒരുങ്ങിയിരിക്കുക അല്ലേ? നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആൾക്കാരാണ്. നമുക്കിതൊരു ആക്സിഡൻ്റൽ സംഭവമല്ല, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് എപ്പോഴാണ് വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ രാവിലെ ഓഫീസിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ ട്രാഫിക് ലൈറ്റിൽ നിൽക്കുമ്പോഴത്തേക്ക് ആലോചിക്കണം, ഒരു സെക്കൻഡ് കിട്ടുമ്പോൾ ആലോചിക്കണം, കർത്താവെ ഞാൻ ഈ ട്രാഫിക് ലൈറ്റിൽ നിൽക്കുമ്പോൾ ഈ പച്ച കത്തുന്നതിന് മുമ്പ് കർത്താവെ വിളിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയൊക്കെ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് വരാൻ അതിനുള്ള ഒരുക്കം എനിക്കുണ്ടോയെന്ന് ഒന്ന് ചിന്തിക്കണം. ഓഫീസിൽ രാവിലെ ലോഗിൻ ചെയ്തിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് കർത്താവെ ഇന്ന് ഞാൻ ലോഗ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കർത്താവെ അങ്ങ് കാഹളം ധ്വനിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ സാധനവും ഇട്ടിട്ട് അതൊരു പക്ഷേ സന്തോഷമായിരിക്കും, ഓ ഈ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. കർത്താവ് ഇതെല്ലാം ഇട്ടേച്ച് എനിക്ക് അങ്ങോട്ട് വരാൻ ആ ഒരുക്കം എനിക്കുണ്ടോ? ആ ഒരുക്കമാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്. ലോകത്ത് മറ്റെന്തിനേക്കാളും നമ്മൾ ഒരുങ്ങിയതിനേക്കാളും നമ്മൾ ഇതുവരെ എന്തൊക്കെ നേടിയോ, എന്തൊക്കെ നമ്മൾ ചെയ്തോ, എന്തൊക്കെ പ്രയത്നിച്ചോ, നമ്മൾ എന്തൊക്കെ പേരുണ്ടാക്കിയോ ഒന്നുമല്ല. നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ വിട്ടുപോയാൽ നമ്മൾ ഇത്രയും ഓടിയത് വ്യർത്ഥമായി പോകും. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ലക്ഷ്യവും നമ്മുടെ നോട്ടവും അതെല്ലാം അതിനു വേണ്ടി തന്നെ ആയിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഒരുക്കവും എല്ലാം അത് തന്നെ ആയിരിക്കണം. ഇന്ന് നിങ്ങളുമായിട്ട് ദൈവവചനത്തിൽ ചിന്തിക്കുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ വരവിന് എല്ലാം നമ്മൾ കേൾക്കുന്ന എല്ലാ വചനങ്ങളും കർത്താവിൻ്റെ വരവിനായിട്ട് നമ്മൾ ഒരുക്കുന്ന വചനങ്ങൾ തന്നെയാണ്. എന്നാലും എനിക്കൊന്ന് സ്പെസിഫിക് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിന്ന് ഈ ഒരാഴ്ച എന്ത് ഷെയർ ചെയ്യണം എന്നുള്ള ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിൽ ആദ്യം വന്നൊരു വാക്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിഭക്കാരുടെ നാണയം തൂകിക്കളഞ്ഞ് മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. ഇതിൽ ആ 17-ാമത്തെ വാക്യത്തിൽ ആ ഒരു സെന്റൻസ് ആണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുന്നു. ഇത് അവിടെ ആരും പറഞ്ഞതല്ല, ശിഷ്യന്മാരൊരു വാക്യം ഓർത്തതാണ്. നിങ്ങൾ സങ്കീർത്തന പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, 69-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു. ആ 69-ാം സങ്കീർത്തനത്തിൻ്റെ വാക്യമാണ് നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുന്നു എന്ന് പറയുന്നത്. കർത്താവ് ആ ആലയത്തിൽ വന്ന് ആ ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള. അവിടെ വന്നു കച്ചവടക്കാരുടെ മേശകളെല്ലാം മറിച്ചിട്ടു, അവിടെ എല്ലാം ചാട്ടവാറെടുത്ത് അവരെല്ലാം പുറത്താക്കിയപ്പോഴാണ് ശിഷ്യന്മാരിത് ഓർത്തത്. 2 കാര്യങ്ങൾ ആ ഒരു വേദഭാഗത്ത് നിന്ന് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കർത്താവ് വന്നത് ദേവാലയത്തിലേക്കാണ് വന്നത്. ദേവാലയത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ ഈ കാഴ്ചകളൊക്കെ കാണുന്നു. കർത്താവ് പെട്ടെന്ന് വയലൻ്റ് ആവുന്നു. അപ്പം രണ്ടിടത്ത് ഈ കാര്യം പറഞ്ഞിട്ട്, ഒരിടത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്തിൽ പറയുന്നത് നിങ്ങൾ അതിനെ വാണിഭശാലയാക്കി എന്ന് പറഞ്ഞു. അതൊരു കച്ചവട കേന്ദ്രമായിട്ട് നിങ്ങൾ അതിനെ മാറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, കച്ചവടം ഒരു തെറ്റല്ല, കച്ചവടം ഒരു പാപമല്ല. കാരണം നമ്മളെല്ലാവരും പല രീതിയിലും കച്ചവടം ചെയ്യുന്നതാണ്.
കർത്താവ് എല്ലാ കച്ചവടക്കാരെയും എല്ലായിടത്തു നിന്നും പുറത്താക്കില്ല. കർത്താവ് ചന്തസ്ഥലത്ത് പോയിട്ടുണ്ട്, തെരുവോരങ്ങളിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, അവിടെയും കച്ചവടക്കാരുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നും കർത്താവ് പുറത്താക്കിയിട്ടില്ല. ആലയത്തിൽ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്നാണ് ഇവരെ പ്രത്യേകമായിട്ട് പുറത്താക്കിയത്. ഈ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എന്താണ് ദേവാലയം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു തുടങ്ങാം. എന്താണ് ദേവാലയം? പൗലോസ് അപ്പോസ്തലൻ, എനിക്ക് തോന്നുന്നു അപ്പോസ്തല പ്രവൃത്തി അവസാനത്തെ അധ്യായങ്ങൾ ആ ഭാഗത്താണ്, ഒരിടത്ത് പറയുന്നുണ്ട്, ജീവനുള്ള ദൈവം കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ബൈബിളിൽ നമ്മൾ ദൈവാലയത്തെക്കുറിച്ചും വായിക്കുന്നുണ്ട്. ദൈവം ആലയത്തിൽ വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബൈബിളിൽ പിന്നെ ഒരു ദൈവാലയത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ദൈവം ഒരു ആലയത്തിലല്ല വസിക്കുന്നുണ്ടെങ്കിൽ. ഇത് നമുക്ക് ശരിക്കും ഒന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തി മുതൽ പെട്ടെന്നൊന്ന് ഓടിച്ചു വരണം. ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യനോട് കൂടെ ഇരിക്കുവാനാണ്. ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിനെ സ്നേഹിക്കുവാനാണ് ദൈവം നമ്മെ ഉണ്ടാക്കിയത്, അല്ലേ? ആണല്ലോ അല്ലേ? ഓക്കെ. അതിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിന് നമ്മോട് കൂടെ ഇരിക്കണമെന്ന് ദൈവത്തിന് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നത് വെയിലാറുമ്പോൾ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് വായിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവം മനുഷ്യനോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിച്ചു. അതിനൊരു വിള്ളൽ വന്നത് എവിടെ വെച്ചാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോഴത്തേക്കാണ് അവർ തോട്ടത്തിൽ നിന്ന് പുറത്തു പോയത്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ഒരു ബന്ധം, ഫെലോഷിപ്പ് അവിടെ വെച്ചാണ് നഷ്ടമാകുന്നത്. അതിനുശേഷം ദൈവം ഈ ഒരു ഫെലോഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മൾ ഒരുപാട് മനുഷ്യരെ കാണുന്നുണ്ട്, ദൈവത്തോട് കൂടെ നടന്ന, ദൈവത്തോട് ചേർന്ന് നടന്ന ഒരുപാട് പേരെ കാണുന്നുണ്ടെങ്കിലും ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നില്ല. കാരണം മനുഷ്യരെല്ലാം ദൈവത്തിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ദൈവം ഒരു മനുഷ്യനെ വിളിക്കുന്നത്. അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമെ, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്ത് പോ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാം, നീ എൻ്റെ ജനമായിരിക്കും എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആ ജനത്തെ വിളിച്ച്, അബ്രഹാമിനെ വിളിച്ചു, തലമുറകളെ അനുഗ്രഹിച്ചു, കൊണ്ടുവന്ന് അവർ വലിയൊരു ജനമായപ്പോൾ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, യെസ്, നിങ്ങൾ ഇത്രയും വലിയൊരു ജനമായി, എൻ്റെ മക്കളാണ്, നിങ്ങൾ എൻ്റെ ജനമാണ്. അപ്പോൾ എൻ്റെ ജനം തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കല്ലേ, എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കണം, എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കണം. അങ്ങനെയാണ് ദൈവം ഒരു ആലയത്തിനുള്ള അളവുകളെല്ലാം മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ മോശ ഒരു ആലയം ഉണ്ടാക്കി, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വന്നു. അതായത് മനുഷ്യന് ദൈവത്തെ കാണുവാനായിട്ട് വേറെ തടസ്സമൊന്നുമില്ല. എപ്പോഴാണെങ്കിലും ഞങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളൊരവസ്ഥ. ദൈവം പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്തു, പാപവും ഞാനും തമ്മിൽ ഒത്തുപോകത്തില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു പ്രശ്നമുണ്ട്, ഈ പാപവും ഞാനും തമ്മിലൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഈ ആലയം എപ്പോഴും വിശുദ്ധമായിരിക്കണം. അവിടെയാണ് എൻ്റെ സാന്നിധ്യം ഉള്ളത്. ഈ ആലയം വിശുദ്ധമായിരിക്കണം. പിന്നെ അതിന് ചുറ്റും താമസിക്കുന്ന നിങ്ങൾക്ക് ചില മര്യാദകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ ജീവിക്കേണ്ട ഒരു രീതിയുണ്ട്, ആ രീതിക്ക് നിങ്ങൾ ജീവിക്കാവുള്ളൂ. ഇങ്ങനെ കുറച്ച് കൽപ്പനകൾ കൊടുത്തു. ഈ കൽപ്പനകളെല്ലാം അനുസരിച്ച് ജീവിക്കേണ്ട ജനം പിന്നെയും ദൈവത്തിൽ നിന്ന് അകന്ന് തലമുറകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആലയം വെറും ഒരു ചടങ്ങായിട്ട്, അല്ലെങ്കിൽ അവർക്ക് വന്നുകൂടാനുള്ള സ്ഥലമായിട്ട് മാത്രം മാറി. ദൈവ സാന്നിധ്യം അവിടെ നിന്ന് നഷ്ടമായി. ദൈവം അവിടെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ആ സമയത്ത് കർത്താവ് തിരിച്ചു വന്ന്, പുതിയ നിയമത്തിൽ കർത്താവ് ഭൂമിയിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് കർത്താവിൻ്റെ ഉള്ളിലെ ആ വേദനയാണ് അവിടെ കാണുന്നത്. ഞാൻ അങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. നമ്മൾ പറയും കർത്താവിൻ്റെ ദേഷ്യം അവിടെ കണ്ടതെന്ന്. ദൈവത്തിൻ്റെ ജനത്തിനോടൊപ്പം കൂടെ ഇരിക്കുവാൻ, താൻ വീണ്ടെടുത്ത തൻ്റെ ജനത്തോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിച്ച് ദൈവം അവർക്ക് കൊടുത്ത ഒരു സാധനമാണ് ഈ ആലയം എന്ന് പറയുന്നത്. അവിടെ ദൈവം ഒഴിച്ച് ഇപ്പം എല്ലാ സാധനങ്ങളും അവിടെ അകത്തുണ്ട്. ഈ ഒരു എരിവ്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ദൈവം ഇവിടെ ഈ ആലയത്തിൽ വരുന്ന സമയത്ത് മാത്രമല്ല, കർത്താവ് യെരുശലേമിലോട്ട് വരുന്ന സമയത്തും കർത്താവ് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വാക്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 23:37 വാക്യമാണെന്നുണ്ടെങ്കിൽ കർത്താവ് യെരുശലേമിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ പറയുന്ന ഒരു വാക്യം കൊണ്ടുണ്ട്. മത്തായി 23:37. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. യെരുശലേമിനെ നോക്കി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നഗരത്തെ നോക്കി ദൈവം വിളിച്ചു പറയുന്നതാണ്, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്ന പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ അനുഭവം ഇസ്രായേലിയർക്ക് ഒരു പുതുമയുള്ളതല്ല. അവരെ ദൈവം നടത്തിയിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം ദൈവം അവരെ ചിറകിനടിയിൽ പൊതിഞ്ഞ് ഓരോ നിമിഷവും ശത്രുക്കളുടെ കയ്യിലൊന്നും പെടാതെ ദൈവം സൂക്ഷിച്ച് അവരെ നടത്തിയിരുന്നത്. അവർ മരുഭൂമിയിലായിരുന്നപ്പോൾ സകലരും പറഞ്ഞു ഇവർ തകർന്നു പോകും, മരുഭൂമിയിൽ വെച്ച് തീർന്നു പോകുമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും അവരെ നിലനിർത്തിയ ദൈവമാണ്. അവർ ഈ ദേശത്ത് കൊണ്ടുവന്ന് ഈ ദേശം കൈയടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോൾ അവർക്ക് ആ ദേശം കൊടുത്തതും ദൈവമാണ്. അവരുടെ ജയത്തോടെ നിർത്തിയതും ദൈവമാണ്. അവിടെ യുദ്ധങ്ങളെല്ലാം അവർ ജയിച്ചതും ദൈവം കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്
ഇന്ന് അവർക്ക് അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല. അതിൽ ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ അവരായിരിക്കുന്ന അവസ്ഥ അവർക്ക് മനസ്സിലാകുന്നുമില്ല. കാരണം കർത്താവിനോട് തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ആരും അടിമകളൊന്നും അല്ലല്ലോ, ഞങ്ങളാരുടെ അടിമകളല്ലല്ലോ. അവർ ആ സമയത്ത് റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരിക്കുന്നത്. അവരപ്പോഴും ദൈവത്തോട് പറയുന്നുണ്ട്, ഞങ്ങളാരുടെ അടിമകളൊന്നുമല്ല. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കല്ലെറിയുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കൊന്നു കളയുകയും ചെയ്തവളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെല്ലാവരും ദൈവത്തോട് കൂടെ നടന്നിട്ടുണ്ട്. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയിട്ടുണ്ട്. ഒരുപക്ഷെ കുറേ തലമുറകളെ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറേ നാളുകളായി നമ്മൾ യൂസ് ടു ആയി, പല കാര്യങ്ങളും നമുക്ക് ശീലമായി. ഇന്നൊരു പക്ഷേ ദൈവം നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ കുടുംബത്തിലൂടെ, നമ്മുടെ സഭയിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുവാണെങ്കിൽ കർത്താവ് എന്തായിരിക്കും നമ്മോട് പറയുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ഇന്ന് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നൊരു ധൈര്യത്തോടു കൂടെ ഇസ്രായേൽ എന്ന് അവിടെ നിന്നത്. ദൈവം എന്തിനാണ് വന്നതെന്നും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്നൊന്നും അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. കുടുംബങ്ങൾ തകർന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് എന്താണ് ചെയ്തത്? ഞാൻ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് ഓർമ്മ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്കും വ്യക്തിപരമായ അനുഭവമുള്ള കാര്യങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ദൈവമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ഒരു പായ എടുത്തിട്ട് മുട്ടുമടക്കി ഇരിക്കാനാണ് പോകുന്നത്. അത് അസുഖം വരുമ്പോൾ മാത്രമല്ല, എല്ലാത്തിനും. ഞാൻ ഇടയ്ക്ക് നമ്മുടെ ചർച്ചിൽ തന്നെ ദൈവവചനം പറയാൻ വന്നൊരു ദൈവദാസൻ, അദ്ദേഹം അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു സാക്ഷി എനിക്ക് ഓർമ്മ വന്നു. ഒരു ദൈവദാസനെ കുറിച്ച് കൺവെൻഷൻ നടത്താൻ നേരത്ത് ഈ പഴയ പെട്രോമാക്സ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, കണ്ടിട്ടെങ്കിലും പടത്തിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആ പെട്രോമാക്സ് ചീത്തയായിപ്പോയി. ആ ദൈവദാസൻ പെട്രോമാക്സ് എടുത്തിട്ട് പറഞ്ഞു, ബാ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം, ഇനി നന്നാക്കാനൊന്നും സമയമില്ല, നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് ചിരി വന്നു കേട്ടപ്പോഴത്തേക്ക്. പക്ഷെ ആലോചിച്ച് നോക്കിയേ, ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസം. മൊബൈൽ ഫോൺ കേടായി നിങ്ങൾ ആരെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ മൊബൈൽ ഫോൺ കേടായി നന്നാക്കി തരണേന്ന്. അതെന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്? മൊബൈൽ ഫോൺ നന്നായി കഴിഞ്ഞാൽ അത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാം. വയ്യാണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് അറിയാം. എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. അതിനുള്ള റിസോഴ്സ് എൻ്റെ കയ്യിലുണ്ട്. റിസോഴ്സുകൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവമാണ് ദൈവസഭയെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ റിസോഴ്സ് ദൈവം നമുക്ക് തന്നത് നമ്മൾ ദൈവത്തെ അതുകൊണ്ട് ബഹുമാനിക്കാനും അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനാണ്. ഇസ്രായേൽ ഒരു കാലത്ത് മരുഭൂമിയിലൂടെ അടിമകളായിരുന്നു. അവിടെ നിന്ന് മരുഭൂമിയിലൂടെ വന്നു ഒന്നുമില്ലാതെ പരദേശികളായിട്ട് നടന്നപ്പോൾ ദൈവം അവർക്കൊരു സ്ഥലം കൊടുത്തത്, നീ എൻ്റെ ജനമായി, ഇത് എൻ്റെ ഒരു കോളനി ആയിട്ട്, ഇത് എൻ്റെ ഒരു സ്ഥലമായിട്ട് നീ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ, നീ എന്നെ മാനിച്ചു, ഞാൻ നിന്നെ മാനിക്കും, എൻ്റെ ജനത്തെ ഞാൻ മാനിക്കുന്നതിനാണ് ദൈവം അവരവിടെ ആക്കിയത്. ഈ സാക്ഷ്യം നിങ്ങൾക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ പലരും, എൻ്റെ സാക്ഷി എനിക്ക് നന്നായിട്ട് അറിയാം, ദൈവം നമ്മെ മാനിച്ചത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവം നമ്മെ ഇന്ന് ഇവിടെ ആക്കിയിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുന്നത്? എൻ്റെ കഴിവ് കൊണ്ടാണോ, എൻ്റെ റിസോഴ്സ് കൊണ്ടാണോ ഞാൻ നേരിടുന്നത്? ദൈവത്തോട് നമ്മൾ എത്രത്തോളം ആശ്രയിക്കുന്നുണ്ട്? ഇന്നലെ എന്നെ ഒരുപാട് ഹോണ്ട് ചെയ്തൊരു വാക്യമാണിത്. ഇന്നലെ രാവിലെ ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന സമയം തൊട്ട് ഈ ഒരു വാക്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ചേർക്കുന്നത് പോലെ. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും പല പ്രശ്നങ്ങളും കാണും. നിങ്ങൾ കടന്നു വന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്രശ്നമാണ്, ഇതൊരു വലിയൊരു പ്രശ്നമൊന്നും അല്ല എന്ന്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നത്തിലാണ് പോകുന്നതെങ്കിൽ അപ്പം മാത്രമേ നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകത്തുള്ളൂ. അങ്ങനെ ഒരു കാലത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണോ? നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്തൊരു പ്രശ്നം വന്നാലേ ഞാൻ ദൈവസന്നിധിയിൽ പോകത്തുള്ളൂ എന്നുള്ളത് ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. എനിക്ക് ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറില്ല, ദിവസവും ഞാൻ ബൈബിൾ വായിക്കാറില്ല, എനിക്കൊരു പേഴ്സണൽ ടൈമില്ല. പക്ഷെ എൻ്റെ ജീവിതം വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. എനിക്ക് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ കൈവക്കാൻ പറയുന്നില്ല, ഈ ഒരു സാക്ഷ്യം അനുഭവമുള്ള ആൾക്കാരെ ഞാൻ കൈവക്കാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ ദിവസവും നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും നിങ്ങൾ ദൈവവചനം ധ്യാനിക്കുന്നുണ്ടോ? ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുന്നുണ്ടോ? എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
നമ്മളിതങ്ങ് യൂസ്ഡ് ആയി, നമുക്കങ്ങ് ശീലമായി പോയത്. ഈ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയി നമുക്കിത് ശീലമായി. ഇതെല്ലാവർക്കും വന്നോ? രോഗം, പനി വന്നോ? പനി എല്ലാവർക്കും വരുന്നതാ, എനിക്കും വന്നു. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം വന്നോ? എല്ലാവർക്കും പ്രശ്നമുണ്ട്, എനിക്കും പ്രശ്നം വന്നു. എനിക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം, എല്ലാ വീട്ടിലും പ്രശ്നമുണ്ട്, എൻ്റെ വീട്ടിലും പ്രശ്നം വന്നു. അല്ല, ദൈവമക്കൾക്കൊരു വ്യത്യാസമുണ്ട്. ഇസ്രായേലിനും മിസ്രൈമിനും വ്യത്യാസം വെച്ചവനാ ദൈവം. ബാധ അയച്ചപ്പോഴത്തേക്ക് ദേശത്തിലെ എല്ലാവരെയും തൊട്ടപ്പോൾ ഇസ്രായേലിനെ ബാധ തൊട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ നിൽക്കുന്ന നമ്മുടെ കുടുംബത്തെ, നമ്മെ നോക്കി ദൈവത്തിന് പറയാൻ കഴിയണം, അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം, ലോകത്തിനും എനിക്കും ഒരു വ്യത്യാസമുണ്ട്. അതിൻ്റെ രോഗത്തിൻ്റെ പേരിൽ മാത്രമല്ല, അല്ലെങ്കിൽ പ്രശ്നത്തിന്, അല്ലെങ്കിൽ ഒരിക്കലും രോഗവും ഇല്ലാതെ ഒരു പ്രശ്നമില്ല, ഞാൻ സുഖമായിട്ട് പോകുന്നതുകൊണ്ട് മാത്രമല്ല, ഒരു രോഗം പുറത്തുള്ളവന് വരുമ്പോഴും എനിക്ക് വരുമ്പോഴും ഒരു വ്യത്യാസം വേണം. ഒരു പ്രശ്നം എൻ്റെ വീട്ടിൽ വരുമ്പോഴും പുറത്തുള്ളവൻ്റെ വീട്ടിൽ വരുമ്പോഴും ഒരു വ്യത്യാസം വേണം. ഒരു കടത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, ഒരു പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, ഞാൻ കടന്നു പോകുന്നതും പുറത്തുള്ളവൻ കടന്നു പോകുന്നതും തമ്മിൽ വ്യത്യാസം വേണം. അവനെ പോലെ ഞാൻ നിരാശനായിട്ട് പോയി കരഞ്ഞുകൊണ്ടൊരു മൂലയിൽ ഇരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യെരൂശലേമേ, യെരൂശലേമേ, നീ എൻ്റെ അടുത്തൊന്ന് വന്ന, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ മറച്ചതുപോലെ എനിക്ക് നിന്നെ മറയ്ക്കുവാൻ മനസ്സുണ്ട്. നീ എൻ്റെ അടുത്തൊന്ന് വന്ന. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയട്ടെ, ഇന്ന് ഒരുപാട് പേരോട് ദൈവം ഇത് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേരോട് ദൈവം ചോദിക്കുന്നുണ്ട്. എന്നോട് വ്യക്തിപരമായിട്ട് ദൈവം ചോദിക്കുന്നുണ്ട്, യെരൂശലേമേ, യെരൂശലേമേ, നിങ്ങളുടെ പേര് അവിടെ വെച്ചിട്ട് നിങ്ങളൊന്ന് വിളിക്കണം. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ മറയ്ക്കുന്നത് പോലെ എനിക്ക് നിങ്ങളെ മറയ്ക്കുവാൻ മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാമോ നമ്മുടെ ജീവിതം? നമ്മൾ എവിടാണ് ആയിരിക്കുന്നത്? ഞാൻ ദൈവസന്നിധിയിൽ തന്നെയാണോ നിൽക്കുന്നത്? ഞാൻ എല്ലാ ആഴ്ചയും പള്ളി വരുന്നുണ്ടാവും, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടാവും. സാധാരണ ഒരു ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് വന്നിട്ട് പോയാലും ഇന്ന് ഇവിടെ നടക്കുന്ന പല മീറ്റിങ്ങുകളും ഒരു മുടക്കവും കൂടാതെ, ഒരു പ്രശ്നം കൂടാതെ നടന്നു പോകുന്നു. നമുക്കിത് അറിയാം, ഇതൊക്കെ ചെയ്യാൻ അറിയാം. നമ്മൾ എത്ര നാളായിട്ട് ചെയ്യുന്നത്? കർത്താവ് വന്നിട്ട് പോയാലും നമുക്കിവിടെ ഞായറാഴ്ച രാവിലെ വരാം, പാട്ട് പാടാം, കീബോർഡും കാണും, കരണ്ടും കാണും, നമുക്ക് പാട്ട് പാടാം, നമുക്ക് പ്രസംഗിക്കാം, നമുക്ക് ഷെയർ ചെയ്യാം, എല്ലാം ചെയ്യാം, വേണമെങ്കിൽ കർത്തൃമേശം നടത്താം. നമ്മൾ എത്രത്തോളം ദൈവത്തിൽ ആശ്രയിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം താൻ സ്നേഹിച്ച ജനത്തെ, അല്ലെങ്കിൽ താൻ വീണ്ടെടുത്ത ജനത്തോടുള്ള ആ ഒരു ബന്ധത്തെ, ആ ഒരു കൂട്ടായ്മയാണ് ദൈവം അവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ആലയം നശിച്ചു പോവുകയാണെങ്കിൽ, ഈ ഒരു കുടുംബം എന്ന ആലയം നശിച്ചു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ലോക്കൽ കോൺഗ്രിഗേഷൻ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ദൈവത്തിന് ഒരു വേദനയുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഒരാൾ എന്തെങ്കിലും സംഭവിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ വിലയുള്ളത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഉള്ള ആഖാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഒരു സംഭവം. ഇസ്രായേൽ ഒരു യുദ്ധത്തിന് പോയി തോറ്റിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ യോശുവയും പുരോഹിതന്മാരും ദൈവസന്നിധിയിൽ നിലത്ത് വീണ് കിടന്ന് കരയുക, കർത്താവെ, ഞങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റത്? കർത്താവ്, നീ കരയേണ്ട മോനെ, ജനം പാപം ചെയ്തു, അതുകൊണ്ടാണ് നീ തോറ്റത്. ആരാ പാപം ചെയ്തത്? ദൈവസന്നിധിയിൽ എല്ലാവരെയും കൊണ്ടുവന്നു, ഗോത്രമായിട്ട് കൊണ്ടുവന്നു, കുടുംബമായിട്ട് കൊണ്ടുവന്നു. അതിൽ ഒരു കുടുംബം പിടിപെട്ടു, ആ കുടുംബത്തിലെ ഒരു മനുഷ്യൻ പിടിപെട്ടു. ആ മനുഷ്യൻ്റെ പേരാണ് ആഖാൻ. ആഖാനെക്കുറിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തപ്പിക്കഴിഞ്ഞാൽ അദ്ദേഹം വലിയ സഹസ്രാധിപനോ അല്ലെങ്കിൽ പുരോഹിതനോ അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നൊരു മനുഷ്യനല്ല, ഒരു സാധാരണക്കാരനാണ്. ഞാൻ ഈ പഴയ നിയമകാലത്തിലെ കാര്യമാണ് പറയുന്നത്. പഴയ നിയമകാലത്തിൽ എല്ലാവർക്കും അഭിഷേകം ലഭിച്ചവരല്ല, എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. ദൈവം പ്രത്യേക ശുശ്രൂഷകൾ കൊടുത്ത്, പ്രത്യേക അഭിഷേകം കൊടുത്ത് ചിലരെ ആക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാതിരുന്നൊരു മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പറഞ്ഞു, ആലയത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ പാപമുണ്ട്, അതുകൊണ്ടാണ് നീ തോറ്റുപോയത്. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ എങ്ങനെ നടന്നാൽ സഭയ്ക്ക് എന്നാ പ്രശ്നം? ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞാൽ സഭയ്ക്ക് എന്ത് സംഭവിക്കാനാ? എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കാനാ? ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ കാര്യമല്ലേ? അല്ല.
ഒരു വാക്യമുണ്ട്, കുറച്ച് നിങ്ങൾക്ക് കേൾക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവത്തിൻ്റെ മന്ദിരം ആരാണ്? അപ്പം ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ എങ്ങനെയാണ് നശിപ്പിക്കുക? എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, ദൈവം എനിക്ക് തന്ന ശുശ്രൂഷകൾ ചെയ്യാതിരിക്കുന്ന വഴിയിൽ. ഒരാലയം എന്ന് പറഞ്ഞാൽ അവിടെ ശുശ്രൂഷകൾ നടക്കണമല്ലോ. ആ ശുശ്രൂഷ നടന്നില്ലെന്നുണ്ടെങ്കിൽ ആ ആലയം കൊണ്ട് ഒരു ഉപയോഗമില്ല. അപ്പം ദൈവം എന്നെ വിശ്വസിച്ച് ഒരു ആലയമായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് തന്നു. എൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ തന്നു. ഒരാലയമായിട്ട് ദൈവം പ്രതിഷ്ഠിച്ചു. ഈ ആലയത്തിൽ ഒരു പരിപാടി നടക്കുന്നില്ല. ഈ സൺഡേയിൽ ഇപ്പോൾ സാംസൺ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു ഇതുപോലുള്ള മീറ്റിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തണമെന്ന് ആരോ സാംസൻ്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, ഈ ചർച്ചിൽ വേറെ ഒരു മീറ്റിങ്ങും ഇല്ല. ഞായറാഴ്ച രാവിലെയുള്ള മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും നല്ലൊരു ശതമാനം ആൾക്കാർക്ക് അതൊരു ഡിഫറൻസ് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ആലോചിക്കുക, ഒരു മീറ്റിങ്ങും ഇല്ല ചർച്ചിൽ. സൺഡേ സർവീസ് രാവിലെ വരുന്നു, നമ്മൾ കൂടുന്നു, പോകുന്നു. അതിനുശേഷം പാസ്റ്റർ നമ്മളായിട്ടൊരു ബന്ധമില്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ല. നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും, ഇതെന്ത് സഭയാണിത്? കർത്താവ് നിങ്ങളെ നോക്കിയിട്ട് എന്തായിരിക്കും പറയുന്നത്? ഇതിനകത്ത് എത്രത്തോളം ആരാധന നടക്കുന്നുണ്ട്? എത്രത്തോളം പ്രാർത്ഥന നടക്കുന്നുണ്ട്? ഇൻ്റർസെഷൻ അത് എത്രത്തോളം നടക്കുന്നുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കാവോ? നമുക്ക് ഈ ഇപ്പം നമ്മുടെ സഭയാണെങ്കിലും മറ്റുള്ള സഭകളാണെങ്കിലും കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമാണല്ലോ. നമുക്ക് എല്ലാ സഭകളും നമ്മളിങ്ങനെ കുറ്റം പറയാം, ആ സഭയൊന്നും ശരിയല്ല, അല്ലെങ്കിൽ അവിടുത്തെ ഉപദേശം ശരിയല്ല, അവിടുത്തെ പാസ്റ്റർ ശരിയല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു പുരോഹിതനാണ്. നിങ്ങളുടെ എല്ലാവരും ഇതൊരു ആലയമാണ്, നിങ്ങളുടെ കൺട്രോളിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ആലയമാണ്. ഇതിനകത്ത് ആരാധന ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സസ്, അത് ദൈവത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചില്ലെങ്കിൽ, പഴയ നിയമ ആലയത്തിന് എന്താ സംഭവിച്ചത്? പഴയ നിയമ ആലയം തകർന്നു പോയി, അല്ലേ? അത് ശത്രുക്കൾ വന്ന് തകർത്ത് കളഞ്ഞു, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടു. അങ്ങനെ ഈ ആലയം തകർന്നു പോകുന്ന, അല്ലെങ്കിൽ ആലയം ഇല്ലാണ്ടാകുന്ന ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് വളരെ ക്രമേണ സംഭവിക്കുന്ന കാര്യമാണ്. അത് ആലയത്തിൻ്റെ പ്രശ്നമല്ല. അത് ആലയം നടത്തേണ്ടുന്ന ജനം ആലയത്തെ ശ്രദ്ധിക്കാതെ ആവുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് മാറി വേറെ വഴിയിലേക്ക് പോകുമ്പോഴാണ് ദൈവം പറയുന്നത് ഈ സാധനം കൊണ്ട് ഒരു ഉപയോഗമില്ല, അതിനങ്ങ് പൊളിച്ചു കളഞ്ഞേരെന്ന് പറയും. ജനം എന്നെല്ലാം വഴി തെറ്റി പോയിട്ടുണ്ടോ, ജനം ദൈവത്തെ വേണ്ടെന്ന് വെച്ച് വേറെ വഴിയിലോട്ട് പോയിട്ടുണ്ടോ, അന്നാ ദൈവം പറഞ്ഞത് ഇനി ഇതിനെ കൊണ്ടൊരു ഉപയോഗമില്ല. പുതിയ നിയമത്തിൽ വരുമ്പോഴും കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. കുറേ നാളായിട്ട് ഞാൻ വെള്ളം കോരുന്നുണ്ട്, കുറേ നാളായിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്, അതിനെ പരിപാലിക്കുന്നുണ്ട്, ഒരു ഉപയോഗമില്ല. അപ്പോഴാ കർത്താവ് യേശു ക്രിസ്തു വന്നിട്ട് പറയുന്നത് 1 വർഷം കൂടെ. കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. നമ്മളാരും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, നമ്മളാരും ഭയങ്കര കേമന്മാരായതുകൊണ്ടല്ല, ഈ നിൽക്കുന്ന ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരും കേമന്മാരായതുകൊണ്ടല്ല. കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ഇപ്പോഴും നമ്മോട് കൃപ കാണിക്കുന്നുണ്ട്. അവന് നമ്മോട് കരുണയുള്ളതുകൊണ്ട്, അവന് നമ്മോട് ദയയുള്ളതുകൊണ്ട് നമ്മളിന്ന് നിലനിൽക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ദൈവസന്നിധിയിൽ പറയാമോ, കർത്താവേ ഞാനും മടങ്ങി വരുന്നപ്പാ, ഞാൻ ഈ ആലയത്തിനെ അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന റിസോഴ്സിനെ ഞാൻ കളയത്തില്ല, ഞാൻ വേസ്റ്റ് ആക്കത്തില്ല. ഈ ചർച്ചിൽ വരുന്ന റിസോഴ്സസിന് നമുക്കൊരു കണക്ക് വേണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ? ഈ ആലയത്തിലേക്ക് വരുന്ന റിസോഴ്സസിന് എത്രത്തോളം കണക്കുണ്ട്? എനിക്ക് വരുന്ന പൈസയ്ക്ക് എത്രത്തോളം കണക്കുണ്ട്? എൻ്റെ സമയത്തിന് എന്ത് കണക്കുണ്ട്? നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ചിന്തിക്കാൻ തുടങ്ങിയാണ്ടല്ലോ, അവിടെ ഉണർവ് നടക്കുന്നത്. ഉണർവ് എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും പല തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ കുറേ നേരം കൈയടിച്ച് കഴിഞ്ഞാൽ ഒരു 1/2-3 മണിക്കൂർ പോയിട്ട് 2 മണിക്കൂറൊക്കെ നമ്മൾ കൈയടിച്ച് പാട്ടുപാടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു തോന്നും നല്ല ഉണർവായിരുന്നു. അതല്ല ഉണർവ്. അപ്പോസ്തലപ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് വന്ന സമയത്ത് ശിഷ്യന്മാർ 2 മണിക്കൂർ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ടാറ്റ ബൈ ബൈ വീട്ടിലോട്ട് പോയോ? അവർക്ക് പാപബോധം വന്നു, അവർക്ക് മാനസാന്തരം ഉണ്ടായി. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് വരുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം നമ്മൾ പറയേണ്ടത് അന്യഭാഷയാണെന്ന് പറയാറുണ്ട്. അന്യഭാഷ അടയാളമാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, പരിശുദ്ധാത്മാവ് വന്ന സമയത്ത് ആദ്യം ചെയ്ത ഒരു കാര്യമാണ് ശിഷ്യന്മാർ. എന്താണെന്നറിയാമോ? തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ്
സഭയിൽ കൊണ്ടുവന്നു. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല, നിങ്ങൾക്കുള്ള എല്ലാം വിറ്റ് നിങ്ങൾ സഭയെ കൊണ്ടുവരണമെന്ന്. ശിഷ്യന്മാർ ആരെടുത്തും പറയില്ല നിങ്ങൾക്കുള്ള എല്ലാം വിറ്റ് കൊണ്ടുവരണമെന്ന്. അത് ജനത്തിന് തോന്നിയതാ. പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് തോന്നിയത് ലോകത്തിലുള്ളതിലോട്ടുള്ള എൻ്റെ പിടി മൊത്തം കളഞ്ഞിട്ട് എൻ്റെ ശ്രദ്ധ മൊത്തം ദൈവസഭയിലും ദൈവകാര്യങ്ങളിലും ആയിരിക്കണം എന്നുള്ളത്. പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചപ്പോഴത്തേക്ക് എത്ര പേർക്ക് നമ്മുടെ ഉള്ളിൽ ആ തോന്നലുണ്ട്? അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടല്ലോ. നമുക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട്, കർത്താവേ ലോകത്തിലുള്ള എൻ്റെ പിടി ഇനി എനിക്ക് കുറച്ചുകൂടെ കളയാനുണ്ട്? നമ്മൾ കൈയടിക്കുന്ന ആരാധിക്കുന്ന പലപ്പോഴും നമുക്കൊരു സന്തോഷം കിട്ടും എന്നുള്ളൊരു ചിന്തയിലാണ് പലപ്പോഴും നമ്മൾ പോകുന്നത്. നമുക്കൊന്ന് മാനസാന്തരപ്പെടാമോ? ദൈവത്തോട് പറയാമോ, കർത്താവേ എൻ്റെ ഈ തെറ്റിദ്ധാരണകളെല്ലാം ഒന്ന് മാറ്റി അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് തന്നിരിക്കുന്ന റിസോഴ്സസ് അങ്ങനെ നടത്തണമെന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവെ എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് നടക്കുവാൻ, അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ കൃത്യമായിട്ട് ചെയ്യുവാൻ, അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന സമയം തക്കത്തിൽ വിനിയോഗിക്കുവാൻ, അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന അഭിഷേകം കൊണ്ട് അനേകർക്ക് അനുഗ്രഹമാകുവാൻ, ഇനിയും ചോദിച്ച് അനേകം കൃപാവരങ്ങൾ പ്രാപിക്കുവാൻ. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്, കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? പുതിയ നിയമസഭയിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾ പുതുതായിട്ട് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ വിവേചിക്കപ്പെടണം, സഭയിലുള്ളവരെ കൊണ്ട് വിവേചിക്കപ്പെടണം. നമ്മുടെ ചർച്ചിൽ ഒരുപാട് പേര് പുതുതായിട്ട് വരുന്നുണ്ട്. അവരെ വിവേചിക്കേണ്ടത് പാസ്റ്റർ അല്ല. അത് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരാലും വിവേചിക്കപ്പെടണം. നമ്മൾ വിവേചിക്കേണ്ടത് പുതുതായിട്ട് വരുന്ന ഒരാളെ. നമ്മൾ അവനോട് പോയി പ്രവചനാത്മാവിൽ അവനെ വിവേചിച്ച് പറയേണ്ട, അവൻ്റെ കാര്യങ്ങൾ അവനോട് പറയേണ്ടത്. അപ്പോഴവന് തോന്നും അയ്യോ ഇവിടെ ദൈവം ഉണ്ടെന്നുള്ളത്. അത് ദൈവം നമ്മളെ ഏൽപ്പിച്ച ജോലിയായിരുന്നു. നമ്മൾ പറയുന്ന പാസ്റ്റർ പ്രവാചകന്മാരാരെയും ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നില്ല എന്ന്. ഞാൻ കുറച്ച് ഇമോഷണലായിപ്പോയോ? നമുക്ക് മടങ്ങി വരാം. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഹാങ് ഓവറിലിരുന്നുകൊണ്ടായിരിക്കും ഞാൻ എഴുതാത്ത പോയിന്റ്സ് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ദൈവത്തിന് തൻ്റെ ജനത്തോടുകൂടെ താമസിക്കുവാനും ജീവിക്കുവാനും, അല്ലെങ്കിൽ ദൈവത്തിന് ആ ഒരു കൂട്ടായ്മ കൊണ്ടു നടക്കുവാൻ ദൈവം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരോടും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും, നിങ്ങൾ ചന്തയിൽ പോകുമ്പോഴാണെങ്കിലും, നിങ്ങൾ കിച്ചണിലിരിക്കുമ്പോഴാണെങ്കിലും, എവിടെ ആണെങ്കിലും നിങ്ങളുമായിട്ട് കൂടിയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന് ഇന്നും പറഞ്ഞാൽ തരുന്നത് ഇതുപോലെ ഒരു ആലയം കെട്ടിയിട്ട് അവിടെ എൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ വന്ന് കണ്ടുവന്നു. ദൈവം പറയും നിങ്ങളുടെ കൂടെ, നിങ്ങൾ എവിടാണോ അവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ട്. ആ കൂട്ടായ്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാലഘട്ടവും മാറും, കുറച്ചുകൂടെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകും. അതെപ്പോഴാണെന്നറിയാമോ? ആ വാക്യം വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? അവിടെയാണ് നമ്മളിവിടെ എല്ലാം നമ്മൾ പോയി നിൽക്കാൻ പോകുന്നത്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. 3-ാമത്തെ വാക്യം ഒന്നും കൂടെ ഇടാവോ? 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയതാ ദൈവം അത് ആഗ്രഹിച്ച് തുടങ്ങിയതാ, നമ്മോട് കൂടെ വസിക്കുവാൻ, നമ്മോട് കൂടെ നടക്കുവാൻ. നമ്മളിന്ന് പാട്ട് പാടിയല്ലേ, യേശു മഹോന്നതനെ വേഗം കാണാമെന്ന് പറഞ്ഞ്. നമ്മളെക്കാൾ ആഗ്രഹം കർത്താവിനുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം കർത്താവ് കുറേ നാളായിട്ട് ട്രൈ ചെയ്യുക നമ്മോട് കൂടെ ഒന്ന് ചേർന്നിരിക്കുവാനായിട്ട്. നമുക്കാണ് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. പണ്ട് ആരോ ഈ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സഭായോഗം കഴിയുമ്പോഴത്തേക്ക് ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമെന്ന് പറയുമ്പോഴത്തേക്ക് പറയണ മറ്റന്നാൾ കഴിഞ്ഞിട്ട് മതി കേട്ടോ. അതുപോലെ നമുക്ക് ആഗ്രഹമില്ലാത്തത് കർത്താവിന് ആഗ്രഹമുണ്ട് നമ്മോട് കൂടെ ഇരിക്കുവാനും, കർത്താവിൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും കർത്താവിന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ബൈബിളിലെ എൻ്റയർ ചരിത്രവും നമ്മോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങളാണ്. ദൈവം അതിനുവേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യർ അവരെങ്ങനെ ജീവിച്ചു,
ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ വായിക്കുന്നതും നമ്മൾ അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ പോയിന്റ്, ആദ്യം വായിച്ച ആ വാക്യത്തിൽ തന്നെ രണ്ടാമത് പറയുന്നൊരു കാര്യമാണ്, അവൻ പൊൻവാണിഭക്കാരുടെ മേശയൊക്കെ തട്ടിക്കളഞ്ഞു. ആ ഒരു വാക്യം നമ്മൾ വായിച്ചല്ലോ. രണ്ടാമതൊരു പോയിന്റ് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു കച്ചവടമോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിൽ തന്നെ പാപമല്ല. ഒരു കച്ചവടം ഒരിക്കലും പാപമാവുന്നില്ല, കാരണം ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്, അതൊരു തെറ്റല്ല. പക്ഷേ അത് ചെയ്ത സ്ഥലമാണ് അവിടെ തെറ്റിപ്പോയത്, അല്ലേ? ആ സ്ഥലത്തിനായിരുന്നു ആ പ്രശ്നം, അല്ലാതെ കച്ചവടത്തിനല്ലായിരുന്നു ആ പ്രശ്നം. കച്ചവടത്തിന് പ്രശ്നം ഉണ്ടായതായിട്ടും ചരിത്രത്തിൽ പല രേഖകളുണ്ട്. കാരണം അത് ചിലർ പ്രശ്നമായിട്ട് പറയുന്നുണ്ട്, അതായത് വില കൂട്ടി വിൽക്കുന്നവരുണ്ടായിരുന്നു, കള്ളക്കച്ചവടം ചെയ്യുന്നവരുണ്ടായിരുന്നു. അത് എല്ലാ കച്ചവട സ്ഥലത്തും ഉണ്ട്, പുറത്തുള്ള കച്ചവട സ്ഥലത്തും എല്ലായിടത്തും ഇതെല്ലാം നടക്കുന്നതാണ്. പക്ഷെ ആ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് കർത്താവ് അവരെ പുറത്താക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ കർത്താവ് ചന്തസ്ഥലത്ത് പോയപ്പോഴൊന്നും അവിടെയുള്ള കച്ചവടക്കാരെ കർത്താവ് എന്ത് ചെയ്തില്ല? പുറത്താക്കിയിട്ടില്ല. അവിടെ അവർ കച്ചവടം ചെയ്യുന്നു, കർത്താവിൻ്റെ കാര്യം ചെയ്യുന്നു. ആലയത്തിൽ വന്നപ്പോൾ അവിടെ നിന്നാണ് പുറത്താക്കിയത്. ഞാൻ സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പാസ്റ്ററോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ നേതൃത്വത്തോടോ ചോദിച്ചിട്ടുണ്ടാവാനുള്ള ഒരു ചോദ്യമാണ്, പാസ്റ്ററെ ഇന്ന കാര്യം പാപമാണോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്, സിനിമ കാണുന്ന പാപമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, മദ്യപിക്കുന്നത് പാപമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംശയം, ഇതൊക്കെ പാപമാണോ? ഈ പാപമാണോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് ദൈവത്തോടാണ് ചോദിക്കേണ്ടത്. കർത്താവേ, ഞാനിത് ചെയ്യുന്നത് ഓക്കെയാണോ? ഞാനത് പറയാൻ കാരണം എന്താ അറിയാമോ? ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ ചിലപ്പോൾ സിനിമ കാണുമായിരിക്കും. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾ പല രീതിയിലും അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ ദൈവം നിങ്ങളെ വിളിച്ചൊരു വിളിയുണ്ടല്ലേ? നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന ഒരു വിളിയും ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയ്ക്ക് ഞാൻ ഈ ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്കത് മനസ്സിലായോ? കച്ചവടം ചെയ്യുന്ന തെറ്റല്ല, അത് യഹൂദനാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും കച്ചവടം ചെയ്യുന്ന തെറ്റല്ല. പക്ഷെ കച്ചവടം ആലയത്തിൽ വരുമ്പോൾ അതൊരു പ്രശ്നമാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ ചിന്തയിൽ വരുന്ന എന്ത് കാര്യം നിങ്ങൾ വെച്ചോ, അതെന്താണെങ്കിലും ഒരു പക്ഷെ പുറത്തുള്ളവർക്കത് പ്രശ്നമാകത്തില്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വരുമ്പോൾ ദൈവത്തിന് അതൊരു പ്രശ്നമാണ്. മനസ്സിലായോ? അതോ കൺഫ്യൂഷനായോ? ലോകത്തിലുള്ള എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഇനി സിനിമാ പാട്ട് കേൾക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യുന്നതായിക്കോട്ടെ, അതിൽ തന്നെ പാപമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ആരെടുത്തും ചോദിച്ചു കിടക്കണ്ട. ദൈവത്തോട് ചോദിക്കുക, കർത്താവെ ഞാൻ ആ പാട്ട് കേട്ടോട്ടെ, എന്നെ വിളിച്ച വിളിയിൽ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ ഇത് തടസ്സമാണോ? ദൈവത്തോട് ചോദിക്കുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇതൊരു തെറ്റാണോ, ഇതൊരു പ്രശ്നമാണോ, ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ലേ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്യാത്ത ആരുണ്ട്? ആര് ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനതൊന്നും കൂടെ പറഞ്ഞുതരാം. എൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവണമെന്ന്, അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. പല കാര്യങ്ങളും തെറ്റായിരിക്കത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ ടി വി കാണുന്നത്, ഞാൻ പറഞ്ഞ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഞാൻ ടി വി കാണാറുണ്ട്, പക്ഷേ ന്യൂസും പവർ വിഷനും ഹാർവസ്റ്റും മാത്രമേ ഞാൻ കാണത്തുള്ളൂ. നല്ല കാര്യം. പക്ഷേ ദൈവത്തോടൊന്ന് ചോദിച്ചു, കർത്താവേ, ന്യൂസും പവർ വിഷനും ഹാർവസ്റ്റും കാണണോ, അതോ ഞാൻ ആ സമയത്തിരുന്ന് പ്രാർത്ഥിക്കണോ? ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരുപക്ഷെ ദൈവം പവർ വിഷനല്ല, നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിലോ? ഒരു സാധനം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യമാണെങ്കിലും നിങ്ങളൊരു കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ദൈവത്തോടൊന്ന് ചോദിക്കണം, കർത്താവ്, ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്ന് വെക്കുന്നത് നല്ലതാണോ എന്നുള്ളത്. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ പഴയ നിയമത്തിൽ വരുമ്പോഴത്തേക്ക് നെഹമ്യാവിൻ്റെ കാലത്താണെന്നുണ്ടെങ്കിലും അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സക്കരിയാവിൻ്റെ ആ ഒരു പ്രവചനം ആ കാലഘട്ടത്തിൽ വരുമ്പോഴാണെങ്കിലും ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ആലയത്തിനകത്ത് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. വായിച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് ആവശ്യമില്ലാത്ത താമസക്കാർ വരെ ഉണ്ട്. മറ്റു പലരുടെയും സാധനങ്ങൾ അതിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. വേറെ കുറേ പേരുടെ സാധനങ്ങളും വസ്തുവകളൊക്കെ കൊണ്ട് ആലയത്തിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുക. ഈ വസ്തുവകകളൊന്നും പാപമല്ല, അതൊരു സാധനമാണ്, അതിൽ തന്നെ പാപമൊന്നുമല്ല. പക്ഷെ അത് കൊണ്ടുവയ്ക്കേണ്ട സ്ഥലം ആലയമല്ല. ലോകത്തിലുള്ളൊരു ടി വി ഒരുപക്ഷെ പാപമായിരിക്കത്തില്ല, പക്ഷെ അത് കൊണ്ടുവയ്ക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലാണോ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സമയത്തിൽ വെക്കണോ എന്നുള്ളത് ദൈവത്തോട് ചോദിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? കാരണം
ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഇതിനകത്ത് എന്ത് ചെയ്യണമെങ്കിലും ഞാൻ ദൈവത്തോട് ചോദിക്കണം. ആലയത്തിനകത്ത് ആവശ്യമില്ലാത്തൊരു സാധനം കണ്ടാൽ ദൈവം അത് ചോദിക്കും. പഴയ നിയമകാലത്തിൽ ജനം തെറ്റിപ്പോയത് ഇങ്ങനെയാണ്. അവർ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ തുടങ്ങി, അകത്തുള്ള ഒന്ന് പുറത്തോട്ട് എടുക്കാൻ തുടങ്ങി, കുറേ കൊണ്ട് അപ്പുറത്തെ രാജാക്കന്മാർക്ക് കാഴ്ച കൊടുക്കാൻ തുടങ്ങി, അതിനുശേഷം അവിടെയുള്ള ദൈവങ്ങളെ കൊണ്ട് ഇതിനകത്ത് വയ്ക്കാൻ തുടങ്ങി. ഇത് വളരെ സ്ലോലി നടക്കുന്നൊരു സംഭവമാണ്, നമ്മൾ പോലും ചിലപ്പോൾ അറിയത്തില്ല. പണ്ട് എനിക്ക് നമ്മുടെ ചർച്ചയിൽ തന്നെ ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിക്കണം, കർത്താവേ ഞാൻ ഏത് ഡ്രസ്സ് എടുക്കണം. കാരണം എൻ്റെ ഉള്ളിൽ ബോധ്യം വേണം, ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതിനർത്ഥം നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക ഡ്രസ്സ് ഇട്ട് അത് പാപമാണെന്നൊന്നല്ല. ഡ്രസ്സ് പാപമല്ല. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ ഈ ലേബൽ ചെയ്യാൻ നോക്കുന്നത്, ഇത് പാപം, ഇത് പാപമല്ലാത്തത് അല്ല. ചിലപ്പോഴെങ്കിലും ദൈവം നമ്മളെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ളൊരു ബുക്കാണ്, എനിക്കറിയത്തില്ല എല്ലാവരും വായിച്ചിട്ടുണ്ടോ എന്ന്, പരദേശി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ എഴുതിയൊരു ബുക്ക്, വിശ്വാസം അങ്ങനത്തെ വരുന്ന ബുക്ക്. നമ്മുടെ ചർച്ചയിൽ ഒരുപാട് പേര് വായിച്ചിട്ടുണ്ട്. അതിലൊരു ദൈവദാസൻ്റെ അനുഭവം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ ദൈവദാസൻ എന്ന് വെച്ചാൽ 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിലോട്ട് എല്ലാ ദിവസവും നടന്നു പോകുമ്പോഴത്തേക്ക് ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും ഒക്കെ പോകും. അപ്പോൾ അന്നത്തെ ആൾക്കാരുടെ വേഷം നിങ്ങൾക്കറിയാലോ, നല്ല കോട്ടൊക്കെ ഇട്ട് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് മറ്റേ ബൗളർ ഹാറ്റൊക്കെ വെച്ച് അങ്ങനെയാണ് ഇവർ നടന്നു പോകുന്നത്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ പകുതി ദൂരം ഈ ടൗണുകൾ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തൂടെയാണ് ഇദ്ദേഹം നടന്നു പോകുന്നത്. അതിന് ശേഷമുള്ള പകുതി ദൂരം നിർജ്ജന പ്രദേശമാണ്, ഫാക്ടറികളാണ്, അവിടെ അധികം ആൾ താമസമൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊപ്പി ഊരി കൈ പിടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നടന്നു പോകും. കാരണം ഈ തൊപ്പി ഊരുന്ന അന്നത്തെ കാലത്ത് ഒരു കുറച്ചിലുള്ളൊരു കാര്യമാണ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക്. അപ്പോൾ ഇദ്ദേഹം ആദ്യ പകുതി ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ച് ആരാധിച്ച് ഇങ്ങനെ നടന്നു പോകും. രണ്ടാമത്തെ പകുതി തൊപ്പി ഊരി കൈ പിടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു പോകും. ഒരു ദിവസം ദൈവം ഇങ്ങേരെ അടുത്ത് പറഞ്ഞു, മോനെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം തൊട്ട് തൊപ്പി ഊരി കൈ പിടിച്ച് ആരാധിച്ചുകൊണ്ട് നടന്നാൽ മതി. ഇപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്കിപ്പോൾ തൊപ്പി എന്താ പ്രശ്നം, പക്ഷെ അന്നത്തെ കാലത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം അദ്ദേഹം ദൈവം പറഞ്ഞത് കേട്ടു. ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി, ഇങ്ങർക്ക് എന്തോ പ്രശ്നമുണ്ട്, നല്ലൊരു മനുഷ്യനായിരുന്നു, എന്തോ തലയ്ക്ക് സ്ക്രൂ ഇളകി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കാൻ തുടങ്ങി. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ആരാധിച്ച് നടക്കാൻ പോയി നടന്ന് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ ആൾക്കാർ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. ആൾക്കാർക്ക് വിടുതലുകൾ നടക്കാൻ തുടങ്ങി. ആൾക്കാർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിനൂടെ ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ളത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അടുത്ത ആഴ്ച മുതൽ പള്ളി വന്നിട്ട് പറയണം, നിങ്ങൾ ആരും തൊപ്പി വയ്ക്കരുത്, തൊപ്പി പാപമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? തൊപ്പി പാപമല്ല, ദൈവം ആ വ്യക്തിയോട് പറഞ്ഞൊരു കാര്യമായിരുന്നു ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ മൊബൈൽ തൊട്ട്, നിങ്ങളുടെ ടി വി തൊട്ട്, ലാപ്ടോപ്പ് തൊട്ട്, കമ്പ്യൂട്ടർ തൊട്ട്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തൊട്ട്, നിങ്ങൾ സമയം ചിലവാക്കുന്നത് തൊട്ട്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തൊട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം. ഇതൊന്നും പാപമായിരിക്കത്തില്ല. പക്ഷേ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ അങ്ങനെ വിളിച്ച വിളി നിറവേറ്റി നിന്ന് ഇതെന്തെങ്കിലും സാധനങ്ങൾ എന്നെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് ദൈവത്തിൻ്റെ മന്ദിരമായതുകൊണ്ട് ഇതിൽ ദൈവം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഒരു വസ്തു എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബത്തിലോ ഇരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ പ്രതികരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വയലൻ്റായിട്ട് തന്നെ പ്രതികരിക്കണം. അതിന് ഉദാഹരണം പഴയ നിയമത്തിൽ ഫിനേഹാസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. സംഖ്യാപുസ്തകത്തിലാണ്, സംഖ്യാപുസ്തകം 25-10-11 വാക്യങ്ങളിൽ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, യെരുശലേം അല്ലെങ്കിൽ ഇസ്രായേലിയർ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ അവർ ജീവിച്ചു. അവരിഷ്ടമില്ലാത്ത വഴികളിൽ അവർ നടന്നു. ആ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നു. അതിൽ ഇവർ മറ്റ് ജാതികളുമായിട്ട് ഇടകലർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം ദൈവം ഒരു ബാധ അയച്ചു. ജനം അത് അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ വേറൊരു അന്യജാതിയിലുള്ളൊരു സ്ത്രീയുമായിട്ട്, അല്ലെങ്കിൽ ഇസ്രായേലിയ ഒരു വംശത്തിൽ പെടാത്തൊരു ആളുമായിട്ട് ഒരു കൂടാരത്തിലേക്ക് വന്നു. ഫിനേഹാസ് എഴുന്നേറ്റ് വളരെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞാൽ വളരെ മോശമായിട്ടൊരു കാര്യം ചെയ്തു. അവരെ രണ്ടുപേരും ചേർത്ത് കുത്തി കൊന്നു കളഞ്ഞു. ആരെയും പോയി കൊല്ലരുത്, ഞാൻ കൊല്ലാനല്ല കേട്ടോ പറഞ്ഞേ. വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യയാണ് പ്രശ്നം എന്നൊന്നും പറഞ്ഞു കളയരുത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്.
അതിൽ മോശയോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ എൻ്റെ തീക്ഷ്ണത മനസ്സിലാക്കി എനിക്ക് വേണ്ടി തീക്ഷ്ണതയോടെ നിന്നുകൊണ്ട് ബാധ നിർത്തലാക്കിയിരിക്കുന്നു. ആ 11ാമത്തെ വാക്യത്തിൽ അതാ പറയുന്നത്. ഒരു മനുഷ്യൻ എൻ്റെ തീക്ഷ്ണത എന്താണെന്ന് മനസ്സിലാക്കി. എന്തിനോടുള്ള തീക്ഷ്ണത? ദൈവജനത്തോടുള്ള തീക്ഷ്ണത, ദൈവാലയത്തോടുള്ള തീക്ഷ്ണത. അതിന് ദൈവം എത്രത്തോളം വില തരുന്നുണ്ടെന്ന് മനസ്സിലായ ഒരു മനുഷ്യനവിടെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ എന്തെങ്കിലും സാധനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാണെങ്കിൽ അതുപോലെ പ്രതികരിക്കണം. ഒരു മയവും വിചാരിക്കണ്ട. തല്ലിപ്പൊട്ടിച്ച് കളയണമെങ്കിൽ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു. ഇത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ ഫോണാണ് പ്രശ്നം എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് പറയാം, ഫോണ് തല്ലിപ്പൊട്ടിച്ച് കളയണോ? കാരണം 10-40,000 രൂപ വിലയുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 40,000 രൂപയുള്ള ഫോണ് തല്ലിപ്പൊട്ടിച്ച് കളയുന്നതാണോ വലുത്, എൻ്റെ നിത്യത ഞാൻ നഷ്ടപ്പെടുത്തുന്നതാണോ വലുത്? അല്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം. രാവിലെ നിങ്ങൾ അടുക്കളയിൽ കയറി നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സാവധാനം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. 8 മണിക്ക് പിള്ളേരുടെ സ്കൂൾ ബസ് ഒരു 7:30 ആയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു തിടുക്കമുണ്ട്, അല്ലേ? ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ ഒരു 2-3 മണിക്കൂറിൽ നിങ്ങൾക്കൊരു വെപ്രാളവും നിങ്ങൾക്കൊരു തിരക്കമുണ്ട്. എങ്ങനെയെങ്കിലും ഈ പണി തീർത്തിട്ട് 4:30 എനിക്ക് ഇറങ്ങണം. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ, അടയാളങ്ങൾ ഇഷ്ടം പോലെ നമ്മൾ കാണുന്നുണ്ട്, എല്ലാ ദിവസവും കാണുന്നുണ്ട്. ആ തിടുക്കം നമുക്ക് വേണ്ടേ? നമ്മൾ ജോലി തീർക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ജോലി ചെയ്യാൻ അവസരമില്ല. കർത്താവ് തന്ന ശുശ്രൂഷകൾ ചെയ്യാൻ നമുക്കൊരു അവസരമില്ല. അതുകൊണ്ട് കർത്താവിനോടൊന്ന് പോയി ചോദിക്കണം, കർത്താവെ, അങ്ങെന്നെ വിളിച്ചത് എന്തിനാണ്? അങ്ങനെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഞായറാഴ്ച വന്നു പോയിരുന്നാൽ പോരാ. ഇനി അതിനുള്ള സമയമല്ല പ്രിയമുള്ളവരെ. ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം, അത് നമ്മൾ ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ശുശ്രൂഷ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പുറത്തിറങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കത്തില്ല, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കത്തില്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് ചോദിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വേറൊന്നും കരുതി വെച്ചിട്ട് നിങ്ങൾ പോയി ദൈവത്തോട് ചോദിക്കേണ്ട. ദൈവത്തോട് ചോദിക്കുക, കർത്താവെ, ഞാൻ എവിടാ പോകേണ്ടത്? എന്താ ഞാൻ ചെയ്യേണ്ടത്? കാരണം ഇതൊന്നും എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം ദൈവം എനിക്ക് തരേണ്ടതും ദൈവം അയച്ചിട്ട് ഞാൻ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് നമ്മളത് ചോദിക്കണം. കാരണം സമയം ഇനി അധികമില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. നമ്മൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കിനിയൊരു അവസരം ഇല്ല പ്രിയമുള്ളവരെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ മോളിൽ പോകുമ്പോഴും എന്താ പറയുക, നമ്മൾ പോയിട്ട് കർത്താവായി സമയം കിട്ടിയില്ല എന്ന് പറയുന്നത് നമ്മൾ അവിടെയും എക്സ്ക്യൂസ് പറയേണ്ടി വരും. കർത്താവിന് കൃപ തോന്നിയ ചിലപ്പോൾ നമ്മൾ അകത്ത് കയറ്റുമായിരിക്കും, പക്ഷേ നാണക്കേടല്ലേ? കർത്താവ് ഇത്രയും റിസോഴ്സസ് തന്നിട്ട് നമ്മൾ ഓരോ ദിവസവും നടത്തിയിട്ട് നമ്മൾ കർത്താവെ, മോൻ്റെ അഡ്മിഷൻ്റെ കാര്യം, മോളുടെ അഡ്മിഷൻ്റെ കാര്യം, എൻ്റെ ജോലിയുടെ കാര്യം, എൻ്റെ വണ്ടിയുടെ കാര്യം, എൻ്റെ വീടിൻ്റെ കാര്യം, ഇതെല്ലാം ചോദിച്ച് കർത്താവിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട് കർത്താവ്, മോനെ നീ എന്നാ ചെയ്തു അവിടെ പോയിട്ട്? ഞാൻ രാവിലെ ഓഫീസിൽ പോയി, വൈകിട്ട് വീട്ടിൽ വന്നു, പിന്നെ ഇടയ്ക്ക് കറങ്ങാനൊക്കെ പോയി. മനസ്സിലായല്ലോ അല്ലേ? ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക. ദൈവത്തോടൊന്ന് ചോദിക്കുക, കർത്താവേ, എന്നെ എന്തിനാണ് വിളിച്ചത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ സമയം ഞാൻ പാഴാക്കിക്കൊണ്ടിരിക്കുക കർത്താവേ. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ പ്രയോജനമുള്ളതാണോ? അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ എത്രത്തോളം പ്രാർത്ഥിക്കണം? ഞാൻ എത്രത്തോളം ദൈവത്തോട് അടുക്കണം? ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ല കർത്താവേ. ആ അവസ്ഥയ്ക്ക് മാറ്റം വരണം അപ്പാ. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട്, അങ്ങയെ തന്നെ നോക്കിക്കൊണ്ട്, അങ്ങയെ മുറുകെ പിടിച്ചുകൊണ്ട്. പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഡിവൈൻ ഡിസ്റ്റർബൻസ്. കർത്താവെ, ആ ഒരു ഡിസ്റ്റർബൻസ് എൻ്റെ ഉള്ളിൽ തരണമേ അപ്പാ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ആയിത്തീരുന്നത് വരെ, എൻ്റെ ജീവിതത്തിലൊരു രൂപാന്തരം വരുന്നത് വരെ, എനിക്കൊരു മാനസാന്തരം വരുന്നത് വരെ എൻ്റെ ഉള്ളിൽ ആ ഒരു സമാധാനക്കേടിനെ തരണമേ പിതാവേ. ഞാൻ അത് എന്നെ ഒരിടത്ത് ഇരിക്കാൻ സമ്മതിക്കാതെ എൻ്റെ ജീവിതത്തെ എങ്ങനെയും എനിക്കൊന്ന് ക്രമീകരിക്കണം എന്നുള്ളൊരു ധൃതിയും ഒരു വാഞ്ചയും കർത്താവെ എനിക്ക് തരണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ?
പിതാവെ, ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങളുടെ കരങ്ങൾ തരുന്നു. അപ്പോൾ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കരുണയ്ക്കും ദയയ്ക്കും ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാൽ മതിയാവുകയില്ല പിതാവേ. ഓരോ ആഴ്ചയിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് നന്ദി കർത്താവേ. ഒരു യോഗ്യതയും ഇല്ലാത്ത ഞങ്ങളെ കർത്താവെ ഇത്രത്തോളം സ്നേഹിച്ച് ഞങ്ങളോട് ഇന്ന് സംസാരിക്കുന്നല്ലോ അപ്പാ. നന്ദി പറയുന്നു അപ്പാ. പിതാവേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ അപ്പാ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.